ഹലോ ഗായ്സ്, നമസ്കാരം. സൈലം ടെക്നിക്കലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ കുറച്ച് സീരീസ് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ, ആ ഒരു നിമി ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ ഒരു സിലബസിൽ ഇറിഗേഷന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ 2 എക്സാംസിനും അത്യാവശ്യം നല്ല ഒരു വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് ആ ഒരു ജൂലൈ 30th എക്സാംസിന് ഒരു 10 മാർക്കോളം വെയിറ്റേജ് ഇറിഗേഷനിൽ. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ഒരു ബേസിക് ആയിട്ട് ഡെഫിനിഷൻസ് അതുള്ള കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻസിൽ വരിക. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ റീസെന്റ് വരുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഒരു കനാൽ എന്താണ്, ആ ഒരു കനാലിന്റെ ആ ഒരു കോമ്പണൻസിന്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഔട്ട്ലെറ്റ് ഇൻ എ കനാൽ സിസ്റ്റം ഈസ് യൂസ് ടു. എന്താണ് ഈ ഒരു കനാൽ ഔട്ട്ലെറ്റ് എന്നുള്ളത്? നമുക്ക് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസിൽ വരാറുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ. കനാൽ ഔട്ട്ലെറ്റിന്റെ അകത്ത് പെടുന്ന ഒരു 3 ടൈപ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ആ ഒരു ഔട്ട്ലെറ്റ് ഇൻ എ കനാൽ സിസ്റ്റത്തിന്റെ ആവശ്യകത എന്താണ്? റെഗുലേറ്റ് ദ ഡിസ്ചാർജ് അറ്റ് ദ കനാൽ ഹെഡ്, മെഷർ ദ ഡിസ്ചാർജ് ഇൻ ദ കനാൽ, deliver water from the canal to the field, allow water to escape in terms of emergencies അല്ലെ. അപ്പൊ ഓൾറെഡി നമുക്കറിയാം ആ ഒരു ഡിസ്ചാർജ് അറ്റ് ദ കനാൽ ഹെഡ് നമ്മൾ യൂഷ്വലി ആ ഒരു എന്താണ് കനാൽ റെഗുലേറ്റേഴ്സ് അല്ലെ, ഹെഡ് റെഗുലേറ്റേഴ്സ് ആണ് ആ ഒരു കനാൽ ഹെഡിലുള്ള ആ ഒരു ഹെഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ചാർജ്, കനാലിലെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ നമ്മൾ കനാൽ ഫ്ലൂംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ ഡെലിവർ വാട്ടർ ഫ്രം ദ കനാൽ ടു ദ ഫീൽഡ്, ഇതാണ് നമ്മൾ എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഔട്ട്ലെറ്റിന്റെ ഒരു ഫംഗ്ഷൻ. അതായത് നമ്മൾ പൊതുവെ പറയുന്ന ആ ഒരു കനാൽ നെറ്റ്വർക്കിൽ നമുക്ക് ആദ്യം നമ്മുടെ എന്താണ് മെയിൻ കനാൽസ് ഉണ്ട്, ബ്രാഞ്ച് കനാൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ട്, മൈനേഴ്സ് ഉണ്ട്. അതുവരെയാണ് നമ്മുടെ ആ ഒരു ഗവൺമെന്റ് ബിൽഡ് ചെയ്ത് തരുന്ന ആ ഒരു കനാൽ സിസ്റ്റം അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫീൽഡിൽ വരുന്നത്, ഫീൽഡ് വെച്ചാൽ അതിൽ വാട്ടർ കോഴ്സസ് എന്ന് പറയുന്നത് ഫാമേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വഴി അല്ലെ, ആ ഒരു വാട്ടറിന് പോകാനുള്ള വഴികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു കനാൽ നെറ്റ്വർക്കും നമ്മുടെ ഫാമേഴ്സിന്റെ കനാൽ നെറ്റ്വർക്ക് മീൻസ് ആ ഒരു ഫീൽഡ് ചാനൽസിന്റെ ഇടയിലുള്ള ആ ഒരു എന്താണ് ആ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് കനാൽ ഔട്ട്ലെറ്റ്സ് അല്ലെ. അതിൽ തന്നെ നമ്മൾ 3 ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് ഉണ്ട്, നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്, അതുപോലെ എന്താണ് സെമി മോഡുലാർ ഔട്ട്ലെറ്റും അതുപോലെ എന്താണ് മോഡുലാർ ഔട്ട്ലെറ്റ്സ് അല്ലെ. ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഔട്ട്ലെറ്റ്സും കൂടി അവിടെ ഇന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നോൺ മോഡുലാർ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റിന്റെ എന്താണ് അപ്സ്ട്രീം സൈഡ് മൈനർ ആണല്ലേ, മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ് അപ്സ്ട്രീം സൈഡിൽ വരിക. അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്നത്, അപ്സ്ട്രീം സൈഡിൽ മൈനർ, ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്നത് നമ്മുടെ എന്താണ് ഫീൽഡ് ചാനൽസ് ആണ് അല്ലെ. ഫീൽഡ് ചാനൽസ് ആണ് ആ ഒരു ഡൗൺ സ്ട്രീം സൈഡ്. അതായത് കനാൽ ഔട്ട്ലെറ്റ്സ് ആണ് ബേസിക്കലി ആ ഒരു മൈനറിൽ നിന്ന് ഫീൽഡ് ചാനൽസിലേക്കുള്ള വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി 2 സൈഡിലുള്ള ആ ഒരു വാട്ടറിന്റെ ഹെഡ് അത് ആ ഡിസ്ചാർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ എന്താണ് നമ്മൾ മൈനർ സൈഡിലുള്ള ആ ഒരു വാട്ടർ ഹെഡ് മാത്രമാണ് നമ്മുടെ ആ ഒരു ഡിസ്ചാർജിനെ, ആ ഒരു കനാൽ ഔട്ട്ലെറ്റിലേക്കൂടെ പോകുന്ന ആ ഡിസ്ചാർജിനെ ബാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മൾ സെമി മോഡുലാർ പറഞ്ഞത്. ഇനി 2 സൈഡിലുള്ള വാട്ടർ ലെവലും ഈ പറയുന്ന ആ ഒരു ഡിസ്ചാർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ആ ഒരു ഡിസ്ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെങ്കിൽ അതാണ് നമ്മൾ മോഡുലാർ ഔട്ട്ലെറ്റ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോനെ നമ്മുടെ 2 സൈഡിലുള്ള ഹെഡും ബാധിക്കാത്ത തരത്തിലുള്ള ഔട്ട്ലെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഡുലാർ ഔട്ട്ലെറ്റ്. അതിനെ തന്നെയാണ് നമ്മൾ റിജിഡ് മോഡുൽസ് അല്ലെ. സോ റിജിഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ആ ഒരു കേസും കൂടി അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്ട്രക്ചർ ഈസ് പ്രൊവൈഡഡ് ടു റിമൂവ് സർപ്ലസ് വാട്ടർ ഫ്രം ദ കനാൽ. ആ ഒരു എഡീഷണൽ ആയിട്ട് നമ്മൾ മേ ബി ഒരു ഫ്ലഡിന്റെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ എഡീഷണൽ വാട്ടർ, നമ്മുടെ ആ ഒരു ഇറിഗേഷൻ അത്രയും വാട്ടർ ആവശ്യമില്ലായിരുന്നു അല്ലെ. അങ്ങനെയുള്ള ആ ഒരു എക്സസ് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഏതാണെന്നാണ്? കനാൽ റെഗുലേറ്റർ ആണോ, കനാൽ ഫോൾ ആണോ, ക്രോസ് റെഗുലേറ്റർ ആണോ, കനാൽ എസ്കേപ്പ് ആണോ? അപ്പൊ അതിൽ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ആ ഒരു ടേം അവിടെ പഠിച്ചിരുന്നല്ലേ, കനാൽ എസ്കേപ്പ് ആണ്. ആ ഒരു വാട്ടറിനെ എസ്കേപ്പ് ചെയ്തു അല്ലെ, ആ ഒരു എസ്കേപ്പിനുള്ള ഒരു പ്രൊവിഷൻ ആയിട്ടാണ് നമ്മൾ കനാൽ എസ്കേപ്പ് കൊടുത്തിട്ടുള്ളത്. എക്സസ് വാട്ടർ വന്നാൽ അതിനെ ആ ഒരു ഡ്രെയിൻസിലേക്കൊക്കെ ഒഴുകി കളയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരാളാണ് ഈ പറയുന്ന കനാൽ എസ്കേപ്പ് അല്ലെ. ഹെഡ് റെഗുലേറ്റർ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ ഒരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഒരു കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ അവിടെ ആ ഒരു ഹെഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഹെഡ് റെഗുലേറ്റർ. കനാൽ ഫോൾസും ക്രോസ് റെഗുലേറ്ററിന്റെയും കേസ് നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിനകത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3
എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് എ ബാരേജ് ഇൻ കമ്പാരിസൺ വിത്ത് ദ വിയേഴ്സ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡൈവേർഷൻ നെറ്റ്വർക്കിൽ പറയുന്ന രണ്ടാൾക്കാർ, ആ വാട്ടർ തടഞ്ഞു നിർത്താൻ അല്ലെ, വെള്ളം തടഞ്ഞു നിർത്തി നമുക്ക് ആ ഒരു ഹെഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന രണ്ടാൾക്കാരാണ്, ഒന്ന് വിയറും ഒന്ന് ബാരേജ്. സോ വിയർ ആകുമ്പോൾ അവിടെ ഒരു മേസൻട്രി വാള് പോലെ ഒരു മതിൽ പണിയുന്നത് പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു വർക്കാണ്, ആ ഒരു വാട്ടറിനെ നമ്മൾ എന്താണ് ആ ഒരു കൺഫൈൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബ്ലോക്ക് ചെയ്യുന്ന വർക്കാണ് വിയേഴ്സ്. അതേസമയത്ത് ബാരേജസിന്റെ കേസ് അവിടെ നിന്നാണ് ആ ഒരു ഗേറ്റ് മെക്കാനിസം അല്ലെ, കുറെ ഗേറ്റുകൾ തുറന്നിട്ടും അടച്ചിട്ടുമാണ് നമ്മൾ ആ ഒരു വാട്ടറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ പല പല ലെവൽസിൽ വാട്ടർ കൊടുക്കണമെങ്കിൽ നമ്മൾ യൂഷ്വലി ബാരേജസ് ഒക്കെയാണ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. ഇനി എന്താണ് ആ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ ബാരേജ് ഇൻ കമ്പാരിസൺ വിത്ത് ദ വിയർ? സോ ഫസ്റ്റ്, റിലേറ്റീവ്ലി ഹൈ കൺട്രോൾ ഓൺ ഫ്ലോ ആൻഡ് വാട്ടർ ലെവൽസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ഗേറ്റ്സ് അല്ലെ, ആ ഒരു ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഓപ്പറേഷൻസ് അവിടെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സെക്കൻഡ് ഇതാണ് ഹൈ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സോ ഇൻ കമ്പാരിസൺ വിത്ത് ദ വിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ ഒരു കേസിൽ ഹൈ കോസ്റ്റ് ആണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി വിയർ ഒരു സ്മോളർ സ്ട്രക്ചറും നമ്മൾ ബാരേജ് ഒരു ലാർജർ സ്ട്രക്ചർ, അതുപോലെ അതിൽ ഗേറ്റ് മെക്കാനിക്സ് ഒക്കെ വരുന്നതുകൊണ്ട് എന്തായാലും കമ്പണൻസ് ഒക്കെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹൈ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വരും. ഇനി എഫ്ലക്സ് ഡ്യൂറിംഗ് ഫ്ലഡ് ഈസ് റിലേറ്റീവ്ലി ലോ ആൻഡ് ദ ഫ്ലഡ് വാട്ടർ ഈസ് യൂഷ്വലി നോട്ട് അലൗഡ് ടു ഫ്ലോ ഓവർ ദ ബാരേജ്. വിയേഴ്സിന്റെ കേസിൽ നമ്മൾ വിയേഴ്സ് കൺസിഡർ ചെയ്താൽ യൂഷ്വലി ഫ്ലഡ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ അതിന്റെ മേളിലേക്ക് കൂടെ ഓവർഫ്ലോ ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. നമ്മൾ പറയുന്നത് ഓവർഫ്ലോ ആയാലും പ്രശ്നമില്ല എന്നുള്ളത്. അതേസമയത്ത് ഗേറ്റിന്റെ കേസ്, നമ്മൾ ബാരേജിന്റെ കേസ് പറയുമ്പോൾ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു എൻറ്റയർ ബാരേജിൽ വരുന്ന എല്ലാ ഗേറ്റും കംപ്ലീറ്റ്ലി തുറന്നു വെക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ സാധാരണഗതിയിൽ ആ ഒരു എന്താണ് ഫ്ലഡ് കാരണം എഫ്ലക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം അതിലേക്ക് കൂടി അത് ഫ്ലോ ചെയ്ത് പോവാണ്. യൂഷ്വലി ഓവർ ടോപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ഉണ്ടാക്കുന്നില്ല അല്ലെ. അതാണ് ആ ഒരു ബാരേജിന്റെ കേസ്. അതുകൊണ്ട് ആൻസർ സിയും കറക്റ്റ് ആണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിമിയിലുള്ള ആ ഒരു അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ കേസിൽ തൽക്കാലം ഓൾ ഓഫ് ദി എബവ് വരും. ഇനി ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ബാരേജസിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി അതിന്റെ കൂടെ റെയിൽവേ ലൈൻസും അതുപോലെ റോഡ് വേസ് ഒക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് യൂഷ്വലി കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ബാരേജസിന്റെ കേസിൽ പൊതുവെ അതിന്റെ മേളിലേക്ക് കൂടെ ചിലപ്പം ബ്രിഡ്ജസ് പോലെ ആ ഒരു റോഡ് വേസ് ഉണ്ടാവും. അതുപോലെ എന്താണ് റെയിൽവേസ് ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ഇന്ത്യയിൽ പറയുന്ന ആ ഒരു ഫറാക്ക ബാരേജ് എന്ന് പറയുന്ന ഒരു ബാരേജ് ആണ് ബേസിക്കലി ഒരു ലാർജസ്റ്റ് ബാരേജ് എന്നൊക്കെ പറയാം. അതിന് അത്യാവശ്യം ഒരു 1 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട് അല്ലെ. അതിന്റെ മേളിൽ കൂടെ റെയിൽവേ ലൈൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബാരേജസിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി റോഡ് ലൈൻസോ അല്ലെങ്കിൽ റെയിൽവേ ലൈൻസോ ഒക്കെ അവിടെ കൊടുക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. അതേസമയത്ത് വിയേഴ്സിന്റെ കേസ് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ, ആ വിയറിന്റെ മേളിലേക്ക് കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാറില്ല അല്ലെ. അപ്പൊ അതാണ് ആ ഒരു കേസ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും തന്നെ എന്താണ് കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, ക്രോസ് റെഗുലേറ്റർ ഇൻ എ കനാൽ സിസ്റ്റം ഈസ് യൂസ്. ഇതാണ് ഞാൻ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട് അല്ലെ. സോ ക്രോസ് റെഗുലേറ്ററിന്റെ കേസിൽ നമ്മൾ എന്താണ് യൂഷ്വലി ഒരു പാരന്റ് ചാനൽ അല്ലെങ്കിൽ ഒരു പാരന്റ് കനാൽ തന്നെ ആയിക്കോട്ടെ, അവിടെ നമ്മൾ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന സിറ്റുവേഷനിൽ ആ ബ്രാഞ്ചിലുള്ള വാട്ടർ എന്താണ് ബ്രാഞ്ചിലുള്ള ആ ഒരു ഹെഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ആ ബ്രാഞ്ചിൽ വരുന്ന ആ ഒരു വാട്ടർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. അതേ സമയത്ത് നമ്മുടെ പാരന്റ് ചാനൽ അല്ലെങ്കിൽ പാരന്റ് കനാലിലുള്ള ആ ഒരു ഹെഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്നത് ക്രോസ് റെഗുലേറ്റർ ആണ് അല്ലെ. ആ ഒരു ക്രോസ് റെഗുലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ് കനാൽ അല്ലെങ്കിൽ പാരന്റ് ചാനലിൽ വരും. നമ്മൾ ആ ഡൈവേർട്ട് ചെയ്ത സമയത്ത് അങ്ങോട്ടേക്ക് കുറെ വെള്ളം ഒഴുക്കി വിട്ടതുകൊണ്ട് ചിലപ്പോൾ ഈ പാരന്റ് കനാലിൽ അതിനാണ് റിഡക്ഷൻ ഇൻ ലെവൽ വരാനുള്ള ഒരു ചാൻസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോ എക്സാക്ട്ലി റെഗുലേറ്റ് ചെയ്യണം. ആ ഒരു ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണിയുന്ന ആ ഒരു പാരന്റ് കനാലിൽ പണിയുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന ക്രോസ് റെഗുലേറ്റർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. സോ കൺട്രോൾ വാട്ടർ ലെവലിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെഡ് റെഗുലേറ്റർ ആണ്. പ്രിവെന്റ് സെഡിമെന്റേഷന്റെ കേസ് അല്ല. അതുപോലെ റെഗുലേറ്റ് ഡിസ്ചാർജ് ഇൻ ടു ബ്രാഞ്ചസിന്റെ കേസും എല്ലാം നമ്മൾ പാരന്റ് കനാലിൽ വാട്ടർ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ക്രോസ് റെഗുലേറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് എ കനാൽ സൈഫൺ? അപ്പൊ കനാൽ സൈഫൺ എന്ന് പറയുന്നത് അല്ലെ, പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരണം, നമ്മൾ ക്രോസ് ഡ്രെയിനേജിന്റെ അകത്ത് പറയുന്ന ഒരാളാണ് ഈ ഒരു കനാൽ സൈഫൺ. ഇനി കനാൽ സൈഫണിന്റെ കേസ് നമ്മൾ എന്താണ് മെയിൻലി നമ്മൾ 3 കേസ് പറയാറുണ്ട്. ഒന്ന് കനാൽ ഓവർ ദ ഡ്രെയിന്, സെക്കൻഡ് ഡ്രെയിൻ ഓവർ ദ കനാലും, തേർഡ് നമ്മൾ പറയുന്നത് അറ്റ് ദ സെയിം ലെവൽ അല്ലെ. ഇനി കനാല് ഓവർ ഡ്രെയിന് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, കനാൽ ഓവർ ദ ഡ്രെയിന് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് 2 ആൾക്കാരാണ്, എക്വഡക്റ്റും
എക്വഡക്റ്റ്, അതുപോലെ എന്താണ് എക്വഡക്റ്റും, അതുപോലെ നമ്മൾ പറയുന്നത് സൈഫൺ എക്വഡക്റ്റ്, അതുപോലെ നമ്മൾ പറയുന്നത് സൈഫൺ എക്വഡക്റ്റ്. എക്വഡക്റ്റ് ആൻഡ് സൈഫൺ എക്വഡക്റ്റ് ആണ് നമ്മളവിടെ പറയുന്ന ആ ഒരു ആള് അല്ലെ. അതുപോലെ നമ്മൾ എന്താണ് കെനാൽ ഓവർ ഡ്രെയിൻ പറഞ്ഞു. ഡ്രെയിൻ ഓവർ കെനാല് വന്നാൽ, ഡ്രെയിൻ ഓവർ ദ കെനാല് വന്നാൽ പറയുന്ന രണ്ടാൾക്കാരാണ് സൂപ്പർ പാസേജ്. ഒന്ന് സൂപ്പർ പാസേജ്, അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു കെനാൽ സൈഫൺ അല്ലെ. ഇനി രണ്ടും എന്റെ സെയിം ലെവൽ ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു എന്താണ് ലെവൽ ക്രോസിങ്, അതുപോലെ ആ ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റിന്റെ കേസ് പറയുന്നത്. ഇനി ഈ കെനാൽ സൈഫണിനെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻസ് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെങ്കിൽ കറക്റ്റ് ആയിട്ട് ഓർക്കുക എന്നാണ് കെനാൽ സൈഫൺ ആണ് ചോദിച്ചത്. സൈഫൺ എക്വഡക്റ്റ് അല്ല, കെനാൽ സൈഫണിനെ പറ്റിയാണ് ചോദിച്ചത്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും മിക്കവാറും ആ ഓൾ ഓഫ് ദി അബോവിലേക്കൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. അപ്പൊ അവിടെ കെനാൽ സൈഫണിന്റെ കേസ് ആണ്. ഏതൊക്കെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ അല്ലെ പെട്ടെന്ന് ചാടിക്കൊരു ക്യാൻസർ ചെയ്യുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ കെനാൽ ഈസ് ടേക്കൺ ഓവർ ദ ഡ്രെയിനേജ്, അത് കറക്റ്റ് ആണ്. കെനാൽ സൈഫണിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഡ്രെയിൻ ആണ് ഓവർ ദ കെനാൽ അല്ലെ. നമ്മൾ പറയുന്നുണ്ട് ഡ്രെയിൻ ആണ് ഓവർ ദ കെനാൽ, കെനാൽ ഈസ് ടേക്കൺ ഓവർ ദ ഡ്രെയിനേജ് അല്ല, കെനാൽ താഴെ കൂടിയാണ് ആ ഒരു സിറ്റുവേഷനിൽ പോവുക. അതുകൊണ്ട് അത് റോങ് ആണ്. ഇനി ഫ്ലോ ഈസ് പൈപ്പ് ഫ്ലോ, അത് കറക്റ്റ് അല്ലെ. നമ്മൾ പറയുന്നുണ്ട് എന്താണ് ആ ഒരു കെനാല് താഴെ, അതുപോലെ എന്താണ് നമ്മുടെ ഡ്രെയിൻസ് ആണ് മേളില്, ഡ്രെയിന് മേളിലാണ്. അതുപോലെ FSL എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട്, ആ ഒരു FSL എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ആ ഒരു ഡ്രെയിൻ ബെഡിന്റെ മേളിലായതുകൊണ്ട് അല്ലെ, ആ ഒരു പ്രഷർ വെച്ചിട്ട് എന്താണ് പൈപ്പ് ഫ്ലോ പോലെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എൻക്ലോഷറിന്റെ അകത്ത് പൈപ്പ് ഫ്ലോയിൽ വാട്ടർ ഫ്ലോ ചെയ്ത് പോകുന്ന പോലെയാണ് ആ ഒരു എന്താണ് കെനാൽ സൈഫണിന്റെ അകത്ത് വാട്ടർ ഫ്ലോ ചെയ്ത് പോലെ അണ്ടർ പ്രഷറിലുള്ള ഫ്ലോ ആണ്. അതുകൊണ്ട് പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. തേർഡ് ഓപ്ഷൻ എന്താണ് HFL ഓഫ് ദ ഡ്രെയിനേജ് ഈസ് ഹയർ ദാൻ ദ കെനാൽ ബെഡ് ലെവൽ അല്ലെ. HFL ഡ്രെയിനിന്റെ അകത്തും അതുപോലെ കെനാൽ ബെഡ് ലെവല് താഴെയാണ് നമ്മൾ വരിക. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭാഗികമായിട്ട് ശരിയാണ് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നമ്മൾ ഒരിക്കലും ആ കെനാൽ സൈഫണിന്റെ കേസിൽ ഈ രണ്ടാൾക്കാരെ കമ്പയർ ചെയ്യാറില്ല അല്ലെ. ഇതിൽ ഓൾറെഡി ആ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റായതുകൊണ്ട് ഇനി ആ ഒരു ഓപ്ഷൻ ശരിയായിരുന്നെങ്കിൽ വേണമെങ്കിൽ അതും ശരിയാണെന്നുള്ള അസംഷനിൽ നമുക്ക് വേണമെങ്കിൽ ഓൾ ഓഫ് ദി അബവ് കുത്താമായിരുന്നു. പക്ഷെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആയി, അതുകൊണ്ട് ഓൾ ഓഫ് ദി അബവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആയി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ HFL ഓഫ് ദ ഡ്രെയിനേജ് ഹയർ ദാൻ ദ കെനാൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആ ഒരു സൈഫണിന്റെ കേസ്, കെനാൽ സൈഫണിന്റെ കേസിൽ ഒരു കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യാറില്ല അല്ലെ. FSL ആ ഒരു കെനാലിന്റെ FSL നമ്മുടെ ഡ്രെയിനേജിന്റെ ആ ഒരു ബെഡ് ലെവലിന്റെ മേളിലാണോ താഴെയാണോ നോക്കിയിട്ടാണ് നമ്മൾ സൂപ്പർ പാസേജ് ആണോ അതുപോലെ എന്താണ് നമ്മൾ പറയുന്നത് ആ ഒരു കെനാൽ സൈഫൺ ആണോ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് എക്സാക്ട്ലി അവിടെ റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അണ്ടർ പൈപ്പ് ഫ്ലോ ആണ് നമ്മൾ പറയുന്ന ആ ഒരു കെനാൽ സൈഫണിന്റെ കേസ് അല്ലെ. അതുപോലെ ആ പൈപ്പ് ഫ്ലോന്റെ കേസ് പോലെ തന്നെ നമ്മൾ പൊതുവെ നമ്മുടെ എന്താണ് എക്വഡക്റ്റിന്റെ കേസിലും സൂപ്പർ പാസേജിന്റെ കേസിലും വരാറുള്ള ഒരു ടേം ആണ് ഗ്രാവിറ്റി ഫ്ലോ. അതായത് അണ്ടർ പ്രഷർ അല്ല അല്ലെ, അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വരുന്ന ആ ഒരു ഫ്ലോ, അതാണ് നമ്മൾ അണ്ടർ ഗ്രാവിറ്റി ഫ്ലോ എന്ന് പറയുന്ന ഒരു ടേം കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. നമ്മൾ കെനാൽ സൈഫണിന്റെ കേസിലും അതുപോലെ എന്താണ് സൈഫൺ എക്വഡക്റ്റിന്റെ കേസിലും എന്താണ് ഫ്ലോ പൈപ്പ് ഫ്ലോ ആണെന്നാണ് പറയുന്നത്. ആ ഒരു അണ്ടർ പ്രഷർ ആ ഒരു പൈപ്പിന്റെ അകത്തേക്ക് കൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ആ ഒരു ഫ്ലോ വരുന്നത് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കെനാൽ ഫോൾ ഈസ് ഇൻകറക്റ്റ് അല്ലെ. നമ്മൾ എല്ലാ കേസും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചുള്ള രീതിയിൽ നമുക്ക് അല്ലെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. സോ കെനാൽ ഫോൾ ഈസ് ഇൻകറക്റ്റ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. So first option എന്താണ് constructed on a channel to lower down the water level and the bed level of the channel അല്ലെ. അത് കറക്റ്റ് ആണ്. നമ്മൾ യൂഷ്വലി കനാൽ ഫോളിന്റെ കേസിൽ ഒരു ഹയർ എലിവേഷനിൽ നിന്ന് അല്ലെ ഒരു സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ലോപ്പ് വരുമ്പോൾ ആ ഒരു കനാൽ ബെഡ് ലെവലിനെ അല്ലെങ്കിൽ വാട്ടർ ലെവലിനെ ലോവർ ചെയ്യാനാണ് നമ്മൾ കനാൽ ഫോൾസ് കൊടുക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ് കനാൽ ഫോൾ കൺസിസ്റ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് വാട്ടർ ലോവറിംഗ് സ്ട്രക്ചർ. ആ വാട്ടറിനെ ലോവർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്. അതിന്റെ കൂടെ എന്താണ് ഒരു എനർജി ഡെസിപ്പേഷൻ മെക്കാനിസം അല്ലെ. ആ ഒരു വാട്ടർ ആ ഒരു സ്ലോപ്പിൽ കൂടെ പെട്ടെന്ന് താഴോട്ട് നമ്മുടെ എക്സസീവ് ആയിട്ട് എനർജി ഉണ്ടാവും. അത് സ്കൗറിങ്ങിനൊക്കെ അല്ലെ ആ ബോട്ടം ഡൗൺ സ്ട്രീം സൈഡിനെ സ്കൗർ ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് വളരെ അധികമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ എന്താണ് ആ ഒരു എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഒരു സ്റ്റില്ലിംഗ് ബേസിന് ഒരു ക്യാച്ച് എന്താണ് ഒരു വാട്ടർ പോക്കറ്റ് അല്ലെങ്കിൽ ബാഫിൾ വാൾസ് കൊടുത്തിട്ട് ആ ഒരു എനർജി റെഡ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു ഫ്ലോ മുന്നോട്ടേക്ക് കടത്തിവിടുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. സോ എ ശരിയാണ്, ബി ശരിയാണ്, സി എന്താണ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് ആസ് എ ഡിവൈസ് ടു allow fishes to swim upstream in the case of a diversion. അത് തെറ്റാണ്. നമ്മൾ ഫിഷ് ലാഡേഴ്സ് ആണ് അങ്ങനെയുള്ള ആവശ്യത്തിന് കൊടുക്കാറ് അല്ലെ.
സോ അവിടെ വരുന്ന ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഫിഷ് ലാഡേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. സർജ് ടാങ്കിന്റെ കേസ്, നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സിന്റെ അകത്ത് വരുന്ന അല്ലെ ആ ഒരു സർജ് ടാങ്ക്സിന്റെ കേസിൽ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്? ലോങ് ലെങ്ത് ഓഫ് പെൻസ്റ്റോക്ക് വരുന്ന സിറ്റുവേഷൻ ആണ് സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. സേഫ്റ്റി അഗെയിൻസ്റ്റ് വാട്ടർ ഹാമർ അല്ലെ, അതുപോലെ സ്റ്റോർസ് ദ എഡീഷണൽ എമൗണ്ട് ഓഫ് വാട്ടർ, ഓൾ ഓഫ് ദി അബവ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കേസ്? അപ്പൊ പെൻസ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ആ ഒരു ഡാംസ് വന്നു അല്ലെ, ഡാംസിന്റെ അവിടുന്ന് നമ്മൾ ആ ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ്സിലേക്ക്, ആ ടെർബൈൻസിലേക്ക് വെള്ളം എത്തിക്കുന്ന ആ ഒരു ലാർജ് ഡയമീറ്റർ പൈപ്പാണ് ഈ പറയുന്ന പെൻസ്റ്റോക്ക് അല്ലെ. അപ്പൊ ആ ടെർബൈൻസിലേക്ക് നമ്മൾ എന്താണ് വാട്ടർ എത്തിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ആ വോൾവ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് അവിടെ ആ ഒരു പ്രഷർ വേവ്സ് ഇങ്ങോട്ടേക്ക് പോകുന്നു, അതുപോലെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാട്ടർ പോകുന്നുണ്ട് അല്ലെ. ആ സിറ്റുവേഷനിൽ ആ രണ്ടാൾക്കാരും കൂടി നമ്മളൊരു യുദ്ധം നടക്കുന്നുണ്ട്, അത് കാരണം പൈപ്പ് ബേസ്റ്റ് ആവുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതാണ് ആ വാട്ടർ ഹാമർ പ്രഷറിന്റെ കേസ് പറയുന്നത് അല്ലെ. ഇനി അങ്ങനെയുള്ള ആ ഒരു പ്രഷർ ഇങ്ങോട്ടേക്ക് വരുന്നു, അതുപോലെ എന്താണ് നമ്മുടെ വാട്ടർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു. ആ കേസിൽ നമ്മൾ ആ എഡീഷണൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു ടാങ്ക് തന്നെയാണ് ഈ പറയുന്ന സർജ് ടാങ്ക്. അപ്പൊ ഈ പറയുന്ന C&D ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആയി. വാട്ടർ ഹാമർ പ്രഷറിനെ എഗെയിൻ സേവ് ചെയ്യാനാണ്, അതുപോലെ എഡീഷണൽ എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാനാണ്. അതുപോലെ എന്താണ് നമ്മൾ യൂഷ്വലി പറയുന്നത് ലോങ് ലെങ്ത് ഓഫ് പെൻസ്റ്റോക്ക് വരുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ യൂഷ്വലി ഈ പറയുന്ന സർജ് ടാങ്ക്സ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ് വരും. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ഇമ്പൾസ് ടർബൈൻ എമംഗ് ദ ഫോളോയിങ്. അപ്പൊ ഇമ്പൾസ് ടർബൈന് നമ്മൾ ഒരു പേരും കൂടി പറയാറുണ്ട്, വെലോസിറ്റി ടർബൈൻ അല്ലെ. ഇമ്പൾസ് ടർബൈൻ അല്ലെങ്കിൽ വെലോസിറ്റി ടർബൈൻ ആണ് നമ്മൾ ഇമ്പൾസ് ടർബൈന്റെ കേസ്. അതിലേതാണ് പെൽട്ടൺ വീൽ ആണ് നമ്മൾ പറയുന്ന ആ ഒരു വെലോസിറ്റി ടർബൈൻ അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ. ഈ ഫ്രാൻസിസ് ടർബൈൻ അതുപോലെ കപ്ലാൻ ടർബൈൻ ഏത് കാറ്റഗറിയിൽ വരുന്ന കാര്യം ഓർത്ത് വെക്കുക. നമ്മൾ പറയുന്നത് റിയാക്ഷൻ ടർബൈന് അല്ലെങ്കിൽ എന്താണ് പ്രഷർ ടർബൈൻ അല്ലെ. ആ ഒരു റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈൻ ആണ് നമ്മൾ ഫ്രാൻസിസ് ആൻഡ് കപ്ലാൻ ടർബൈൻസിന്റെ കേസിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ സേഫ്റ്റി ഫോർ വെഹിക്കിൾസ് ഇൻ ദ കനാൽ സർവീസ് റോഡ്സ്. സോ കനാൽ സർവീസ് റോഡ് അല്ലെ, ബാങ്കിന്റെ മേളിൽ നമ്മൾ സർവീസ് റോഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? ആ ഒരു സൈഡിലേക്ക് പോയിട്ട് അല്ലെ ആരെങ്കിലും ഒന്നിങ്ങടോ പോയാലും മിക്കവാറും നമ്മുടെ അല്ലെ എഞ്ചിൻ തവിടുകൂടിയാവും അല്ലെ, ആള് താഴെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡവ്ലാസ് എന്ന് പറയുന്നത് അല്ലെ. ഡവ്ലാസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ വർക്ക്. യൂഷ്വലി പറയുന്ന ഒരു 30 സെന്റിമീറ്റർ ഒക്കെയാണ് ആ ഒരു ഡവ്ലാസിന്റെ ഹൈറ്റ് കൊടുക്കുക അല്ലെ. സോ ഇവിടെ ആൻസർ വരുന്നത് ഡവ്ലാസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Maturing capacity of 1 cumex of irrigation water when it is supplied to the crop continuously throughout its base period. അത് എക്സാക്ട്ലി നമ്മൾ പറയുന്ന ആ ഒരു നിമി ബുക്കിൽ എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു ക്യൂമെക് വാട്ടർ നമ്മൾ ആ ഒരു എൻറ്റയർ ബേസ് പീരീഡ് അല്ലെ, ആ ഒരു ക്രോപ്പിന്റെ എൻറ്റയർ വാട്ടറിംഗ് പീരീഡിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളം ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് വെച്ചിട്ട് പറയുന്നത് അല്ലെ. ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. സോ ഡ്യൂട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലെ. ഒരു ക്യൂമെക് വാട്ടർ എൻറ്റയർ ബേസ് പീരീഡ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഡെൽറ്റേന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്ലാന്റിന് അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഗ്രോത്ത് പീരീഡിൽ എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ട്, ആ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇറിഗേഷൻ കപ്പാസിറ്റിന്റെ കേസ് ഒന്നുമില്ല. സോ ആൻസർ വരുന്നത് ഡ്യൂട്ടി അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഓവർസിയർ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പല ആൾക്കാർ അന്വേഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ബാച്ച് ജൂലൈ 25 ലോഞ്ച് ആവുന്നുണ്ട്. അപ്പൊ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4999 ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ ഒരു എന്താണ് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു നമ്പർ താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9995 അപ്പൊ ആ ഒരു ബാച്ചിൽ അല്ലെ ഭാഗമാകുക. നമുക്ക് അതിലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് പഠിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ അപ്പൊ ആ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.